ചൈനയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും മുങ്ങിക്കപ്പൽ ഭീഷണികൾ ഉയരുന്നതായി ഇന്ത്യയുടെ രഹസ്യ റിപ്പോർട്ട് പുറത്ത്. പ്രത്യേകിച്ചും ചൈനയുടെ ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന മുങ്ങിക്കപ്പലുകൾക്ക് വർഷങ്ങളോളം നിശബ്ദമായി കടലിനടിയിൽ മുങ്ങിക്കിടക്കാനുള്ള കഴിവുണ്ട്. പാകിസ്ഥാനും ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന മുങ്ങിക്കപ്പലുകൾ സ്വന്തമാക്കാൻ ശ്രമിക്കുകയാണ്. ഇത് ഇന്ത്യക്ക് തിരിച്ചടിയാകുമോ എന്ന ആശങ്ക അവർക്കുണ്ട്. ഈ കടലിനടിയിലൂടെ വരുന്ന വിപത്തിനെ നേരിടാൻ ഇന്ത്യക്ക് എന്ത് പ്രതിരോധമാണുള്ളത് പരിശോധിക്കാം. ഇന്ത്യ നിരത്തിലിറക്കിയ INS മാൽവാൻ എന്ന ചെറു മുങ്ങിക്കപ്പൽ ഇന്ത്യയുടെ രക്ഷാകവചമാണ്. 80% ഭാഗങ്ങളും ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച ഒരു ആത്മനിർഭർ ഭാരത് മുങ്ങിക്കപ്പലാണിത്. ഷാലോ വാട്ടർ ആന്റി സബ്മറൈൻ ആണ് INS മാൽവാൻ. ഇതിന് ആഴം കുറഞ്ഞ സമുദ്ര പ്രദേശങ്ങളിലും തീരപ്രദേശങ്ങളിലും ശത്രു രാജ്യങ്ങളുടെ മുങ്ങിക്കപ്പലുകളെ കണ്ടെത്താനും പിന്തുടർന്ന് നശിപ്പിക്കാനും സാധിക്കും. പക്ഷേ ഈ ദൌത്യത്തിൽ മാൽവാൻ തനിച്ചല്ല. ഇന്ത്യക്ക് സമുദ്രത്തിൽ ശത്രു നീക്കങ്ങൾ കണ്ടെത്താൻ വലിയൊരു ശൃംഖലയുണ്ട്. ഇതിലെ ഒരു പ്രധാന കണ്ണിയാണ് INS മാൽവാൻ. ചൈനയുടെ മുങ്ങിക്കപ്പലുകളും ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന മുങ്ങിക്കപ്പലുകളും ഇന്ത്യക്ക് കൂടുതൽ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട്. പ്രത്യേകിച്ചും ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന മുങ്ങിക്കപ്പലുകൾ. ഇവയ്ക്ക് വർഷങ്ങളോളം കടലിനടിയിൽ നിശബ്ദമായി മുങ്ങിക്കിടക്കാനുള്ള ശേഷിയുണ്ട്. ഈ ഭീഷണികളെ നേരിടാൻ INS മാൽവാന് സാധിക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഒരു ചൈനീസ് മുങ്ങിക്കപ്പൽ ഇന്ത്യയുടെ തീരപ്രദേശത്ത് എത്തിയാൽ ഇതിനെ കണ്ടെത്താൻ ഇന്ത്യക്ക് PHI മാരിടൈം പെട്രോളിംഗ് എയർക്രാഫ്റ്റ്, എയർ MH-16R ഹെലികോപ്റ്ററുകൾ, വലിയ ആന്റി സബ്മറൈൻ വാർഫെയർ വാർഷിപ്പുകൾ, അണ്ടർ വാട്ടർ സെൻസർ നെറ്റ്വർക്കുകൾ എന്നിവയുമുണ്ട്. ഇവ നൽകുന്ന വിവരമനുസരിച്ച് INS മാൽവാന് സംശയാസ്പദമായ പ്രദേശത്ത് തിരച്ചിൽ നടത്താനാകും. അതായത് INS മാൽവാൻ ഒരു ഒറ്റപ്പെട്ട വേട്ടക്കാരനല്ല, ഒരു വലിയ ആന്റി സബ്മറൈൻ ശൃംഖലയുടെ ഒരു തീരദേശ കണ്ണിയാണ് എന്നർത്ഥം. അതുപോലെ പാകിസ്ഥാൻ മുങ്ങിക്കപ്പലുകൾ അറബിക്കടൽ വഴി ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരദേശത്തേക്ക് കടക്കുന്ന സാഹചര്യമുണ്ടായാൽ കൊച്ചി, കാർവാർ, മുംബൈ, ഗോവ എന്നിവിടങ്ങളിലേക്കുള്ള സമുദ്രപാതകൾ സുരക്ഷിതമാക്കേണ്ടത് നിർണായകമാകും. ഇവിടെയാണ് മാൽവാന്റെ പ്രാധാന്യം. പ്രത്യേകിച്ചും കാർവാർ ഇന്ത്യയുടെ പ്രധാന നാവിക കേന്ദ്രങ്ങളിൽ ഒന്നാണ്. വെസ്റ്റേൺ നേവൽ കമാൻഡിന്റെ ഭാഗമായാണ് INS മാൽവാൻ പ്രവർത്തിക്കുന്നത്. ഇതുവഴി അറബിക്കടലിലെ കോസ്റ്റൽ ആന്റി സബ്മറൈൻ വാർഫെയർ ശക്തമാക്കാൻ ഇന്ത്യക്ക് സാധിക്കും. മാൽവാന്റെ ഉള്ളിൽ വലിയൊരു ആയുധ ശൃംഖല തന്നെയുണ്ട്. ഇതിൽ ടോർപിഡോകൾ, സോനാറുകൾ, ആന്റി സബ്മറൈൻ റോക്കറ്റുകൾ എന്നിവ ഉൾപ്പെടും. പാകിസ്ഥാന്റെ മുങ്ങിക്കപ്പലുകളെ ഇന്ത്യയുടെ തീരപ്രദേശത്തിന്റെ വളരെ അടുത്തെത്തുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കുന്ന പ്രധാന കരുത്തായി മാറാൻ INS മാൽവാന് സാധിക്കും. കൊച്ചി കപ്പൽ നിർമ്മാണശാലയിൽ INS മാൽവാന്റെ അതേ മാതൃകയിലുള്ള 6 മാഹി ക്ലാസ് മുങ്ങിക്കപ്പലുകൾ കൂടി നിർമ്മിക്കാൻ പോകുകയാണ്. ഇവ കൂടി എത്തിയാൽ ഇന്ത്യയുടെ തീരപ്രദേശങ്ങളെയും ചൈനയുടെയും പാകിസ്ഥാന്റെയും മുങ്ങിക്കപ്പലുകളുടെ ആക്രമണത്തിൽ നിന്നും സംരക്ഷിക്കാൻ സാധിക്കും. പലപ്പോഴും തീരപ്രദേശങ്ങളിൽ കൂറ്റൻ ഡിസ്ട്രോയർ കപ്പലുകളുടെ ശത്രുവിന്റെ മുങ്ങിക്കപ്പലുകൾ കണ്ടെത്താൻ വിന്യസിക്കുക എന്നത് ചെലവേറിയ ദൌത്യമാണ്. എന്നാൽ മാൽവാൻ പോലുള്ള ചെറുമുങ്ങിക്കപ്പലുകൾക്ക് കുറെ കൂടി ഫലപ്രദമായി കുറഞ്ഞ ചെലവിൽ ഈ ദൌത്യം നിർവഹിക്കാൻ സാധിക്കും. ശത്രുവിന്റെ മുങ്ങിക്കപ്പലുകൾ ഇന്ത്യയുടെ തുറമുഖ പ്രദേശത്ത് എത്തുന്നത് വെറുതെയല്ല. മൈനുകൾ വിതറുക, ചരക്കുകപ്പലുകളെ ഭീഷണിപ്പെടുത്തുക, ഇന്ത്യൻ നാവികസേനാ കപ്പലുകളെ നിരീക്ഷിക്കുക, രഹസ്യ വിവരങ്ങൾ ശേഖരിക്കുക, സ്പെഷ്യൽ ഫോഴ്സുകളെ കരയ്ക്കെത്തിക്കുക എന്നിവ ഇത്തരം ശത്രു മുങ്ങിക്കപ്പലുകളുടെ ദൌത്യങ്ങളാണ്. ഇത്തരം അപകടങ്ങളെ നേരിടുന്ന അവസാന പ്രതിരോധ വലയമാണ് INS മാൽവാൻ. ശത്രുവിന്റെ ഒരു മുങ്ങിക്കപ്പലിനെ കണ്ടെത്തിയാൽ അതിനെ നശിപ്പിക്കാൻ INS മാൽവാന് 3 തരം ആയുധങ്ങളുണ്ട്. ഇതിൽ ആദ്യത്തേതാണ് RBU 6000 ആന്റി സബ്മറൈൻ റോക്കറ്റ് ലോഞ്ചറുകൾ. ശത്രുവിന്റെ മുങ്ങിക്കപ്പൽ കണ്ടെത്തിയാൽ ഈ റോക്കറ്റ് ലോഞ്ചറുകളിൽ നിന്നും തുടർച്ചയായി നിരവധി ആന്റി സബ്മറൈൻ റോക്കറ്റുകൾ പായും. ഇതുവഴി കടലിനടിയിൽ ഒരു നിശ്ചിത പ്രദേശത്ത് തന്നെ ആക്രമിക്കാൻ ഇതിന് സാധിക്കും. രണ്ടാമത്തേത് 324 മില്ലിമീറ്റർ ലൈറ്റ് വെയ്റ്റ് ടോർപിഡോകളാണ്. കപ്പലിന്റെ ഇരുവശത്തും ഈ ടോർപിഡോകളുണ്ട്. ഒരു മുങ്ങിക്കപ്പൽ കണ്ടെത്തിയാൽ ഈ ടോർപിഡോകളെ അയക്കാൻ സാധിക്കും. കൃത്യമായി ലക്ഷ്യം കണ്ടെത്തി കടലിനടിയിൽ ആക്രമണം നടത്താൻ ഈ ടോർപിഡോകൾക്ക് കഴിയും. മൂന്നാമത്തേത് ആന്റി സബ്മറൈൻ മൈനുകൾ. കടലിനടിയിലെ പ്രവേശനപാതകൾ നിയന്ത്രിക്കാനും ശത്രുവിന്റെ മുങ്ങിക്കപ്പലുകളുടെ സഞ്ചാരപാത തടയാനും ഈ മൈനുകൾക്ക് സാധിക്കും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.